ആളുകൾ പറയുന്ന കാര്യമാണ്, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ട്രൈ ചെയ്യുന്നു, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു, ഞാൻ യോഗ ചെയ്യുന്നു, ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നു. സാർ, എനിക്കൊരു മാറ്റവും വരുന്നില്ലല്ലോ. കാരണം ഇതാണ്, ഈ സ്ട്രഗിളിൽ കിടന്നുകൊണ്ട്, ഒരു ചതുപ്പ് നിലത്ത് കിടന്നുകൊണ്ട് നമ്മൾ എത്രമാത്രം ജോലി ചെയ്താലും നമുക്ക് അതിനകത്ത് പുറത്ത് കിടക്കാൻ സാധിക്കില്ല. അതിന് ചതുപ്പ് നിലത്ത് നിൽക്കാത്ത ഒരാൾ അവരെ സഹായിക്കുക. ചതുപ്പ് നിലത്തിൻ്റെ പുറത്തു നിന്നൊരു സപ്പോർട്ട് നമുക്ക് വേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ അങ്ങനെ ഒരു ട്രോമയിലോ അതല്ലെങ്കിൽ ട്രാപ്പിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെൻറ്റൽ സപ്പോർട്ട്, അതായത് ഹീലിങ്ങിനുള്ളൊരു പ്രോസസ്സിൽ കടന്നുപോയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഉയർന്നു പറക്കുവാൻ സാധിക്കും. ഒരു കഴുകനാകട്ടെ, കഴുകൻ ചതുപ്പ് നിലത്തിൽ കിടക്കുന്ന കഴുകൻ എത്ര ശ്രമിച്ചാലും, അല്ലെങ്കിൽ ലയൺ ആയിക്കോട്ടെ, ആനി ആയിക്കോട്ടെ, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ വൺസ് അതിന് പുറത്ത് വന്നാൽ അതിന് പൂർവാധി ശക്തിയോടുകൂടി ഫ്ലൈ ചെയ്യാനും ഓടാനും റേസിൽ മുന്നോട്ട് പോകുവാനും സാധിക്കും. ഇത് തന്നെയാണ് ലൈഫിലെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ വ്യൂവേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ എത്രയോ തവണ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതൊരു കാരണമായിരിക്കാം. നിങ്ങൾക്ക് പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഈ മുറിവുകളെ ഹീൽ ചെയ്യാതെ, ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നത് വളരെയധികം പ്രശ്നം. നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാം. തീർച്ചയായും നമുക്കൊരു വലിയ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്സ് എങ്ങനെ നന്നാക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു, ഫാമിലിയെക്കുറിച്ച് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ മെൻറ്റേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗനൈസേഷനിൽ നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ട്, ബോസുമായിട്ട് ബന്ധം നിലനിർത്തുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് അരിസ്റ്റോട്ടലിലേക്ക് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ വളരെയധികം കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിനകത്ത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുന്നത് കാരണം എൻ്റെ വ്യൂവേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സ് ഹൈപ്പർഫോമറായി മാറണം. അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടേണ്ട ആവശ്യമാണ്. ഇതിനകത്ത് പലപ്പോഴും പല ആളുകൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ഓർഗനൈസേഷനിലെ ഏറ്റവും ക്രൂഷ്യലായ ഡിസിഷൻ എടുക്കുന്ന ആളാരാണ്, അതിൽ ആ വ്യക്തിയുമായി കണക്ട് ചെയ്യുന്ന ആളാരാണ്. ഇതിനെ പറയുന്നത് സ്പോൺസേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയും. സ്പോൺസേഴ്സ് നെറ്റ്വർക്ക്. അപ്പോൾ മേ ബി ഫോർ എക്സാമ്പിൾ മനുവാണ് എൻ്റെ ഓർഗനൈസേഷൻ സുപ്പീരിയർ എങ്കിൽ അദ്ദേഹത്തിലേക്ക് നേരിട്ടെത്താൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ ആ നേരിട്ടെത്താൻ സാധിക്കുന്ന ഒരാളെ കണ്ടെത്തി അവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ഡിസിഷൻ മേക്കേഴ്സിലേക്ക് എത്താൻ സാധിക്കും. ഇത് സ്പോൺസേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയും. എത്രമാത്രം ആളുകളെ നമുക്ക് സ്പോൺസർ, നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ സാധ്യതയുള്ള, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞതാണ്, ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ ആരും അറിയുന്നില്ല. അപ്പോൾ ഇതൊരു ഒരു സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം, ഇൻറ്റൻഷണൽ എഫേർട്ട് എന്ന് പറയാം. നമ്മെ സ്പോൺസർ ചെയ്യുന്ന, നമ്മുടെ നല്ല കാര്യങ്ങളെ സ്പോൺസർ ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസിഷൻ മേക്കേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു സ്പോൺസർ നെറ്റ്വർക്ക് ഇന്റേണൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളും വർക്ക് ചെയ്യുന്നു പക്ഷേ വിസിബിൾ ആകുന്നില്ല. അവസാനമാകുമ്പോൾ അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള പേരുണ്ട്, അവർ സ്കേപ്പ് ഗോട്ടായി പോകുന്ന അവസ്ഥ. ഇത് തന്നെയാണ് റിലേഷൻഷിപ്പ്. ഈ എങ്ങനെ നമ്മുടെ ടോപ്പ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയുമായിട്ട് നമുക്ക് ബന്ധം സജീവമായി പുലർത്തുവാൻ സാധിക്കും. ഇപ്പോൾ ചില ആളുകൾ വളരെ നെഗറ്റീവായി പറയാറുണ്ട്, ബട്ടർ ചെയ്താൽ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത് വളരെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ കാര്യമാണ്. പല ഓർഗനൈസേഷനിലും നമുക്കറിയാം, ഓർഗനൈസേഷനിലെ റൊമാൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. അത് ഇല്ലിസിറ്റ് റിലേഷൻസ് ആകാം. പല പല ഓർഗനൈസേഷൻ, നമുക്ക് മക്ഡൊണാൾഡ്സ് പോലെ ഓർഗനൈസേഷൻസ് ഒക്കെ CEO ഒക്കെ പുറത്താക്കിയിട്ടുണ്ട് ഈ കേസിൽ. അപ്പോൾ ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വരെ ആയി മാറുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ്. ഈ അടുത്ത് തന്നെ ഒരു കിസ് ക്യാം കോൺട്രവേഴ്സി തന്നെ, ഒരു ഇന്റർനാഷണൽ IT കമ്പനിയുടെ CEOയും CHOയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു കിസ് ക്യാം വീഡിയോയിലൂടെ രണ്ടുപേർക്കും ജോലി നഷ്ടപ്പെട്ടു അനുഭവം ഉണ്ടായിട്ടുണ്ട്. റൊമാൻറ്റിക് വർക്ക് റിലേഷൻഷിപ്പാണ് അത്. അതിനൊന്നും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പല ഓർഗനൈസേഷനിലും ക്ലിയർ ആയിട്ടുള്ള പോളിസി ഉണ്ട്. ധാരാളം CEOമാരും എംപ്ലോയീസും കമ്പനികളിൽ നിന്ന് പുറത്തായ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ കുറേ ആളുകൾ ചിന്തിക്കുന്നത് ഇത്തരം ബട്ടറിങ്ങിലൂടെയും ഒപ്പം റൊമാൻസിലൂടെയും നമ്മുടെ ബോസിനെ, സുപ്പീരിയറിനെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സ്റ്റഡീസ് ധാരാളമുണ്ട്. ഓഫീസുകളിൽ ഏകദേശം 60% ആളുകൾക്ക്, ഇത് പറയുമ്പോൾ ആരും പേടിക്കരുത്, ആളുകൾക്ക് ഓഫീസ് തലത്തിലുള്ള ബെസ്റ്റി ടൈപ്പ് അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇല്ലിസിറ്റ് റിലേഷൻഷിപ്സും ഒത്തിരി ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റാണ് ഏറ്റവും കൂടുതൽ നാം ചെലവഴിക്കുന്നത്. പക്ഷേ ഒരിക്കലും വിചാരിക്കരുത് ഇതാണ് നമ്മുടെ പെർഫോമൻസിനെ കൂട്ടാൻ സാധിക്കുന്ന കുറുക്കുവഴി എന്ന്. ഇതല്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രസ്റ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എംപതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിഷനും മീനിങ്ങും ഇമ്പാക്റ്റും എല്ലാമാണ് ആളുകളെ റിലേഷൻഷിപ്പിലേക്ക് ബിൽഡ് ചെയ്യുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെ നമുക്ക് നമ്മുടെ സുപ്പീരിയർ, ബോസ് ആകട്ടെ, കൊളീഗ്സ് ആകട്ടെ, അവരുമായുള്ള ബന്ധത്തെ സജീവമാക്കി മാറ്റുവാൻ സാധിക്കും. നമുക്ക് അരിസ്റ്റോട്ടിൽ പ്രോജക്റ്റിലേക്ക് വീണ്ടും കടന്നു വരാം. അവിടെ അടുത്ത പോയിന്റിൽ നമുക്ക് ഒരുപക്ഷെ കോൺട്രിബ്യൂട്ടർ സേഫ്റ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഹൈ പെർഫോമറാണ്, ഇതുപോലെ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി വരണം. നമുക്ക് ഒരു നല്ല ഐഡിയ തോന്നി,
ഈ കാര്യം ചെയ്താൽ ഈ ഒരു കാര്യത്തിന് പ്രോസസ്സിന് മാറ്റമുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ കീ സ്റ്റേക്ക് ഹോൾഡറിൻ്റെ അടുത്ത് പറയാനുള്ള ധൈര്യം, ഒരു ടീം മീറ്റിങ്ങിൽ എഴുന്നേറ്റ് നിന്ന് ഇതാണ് എന്ന് പറയാനുള്ള ധൈര്യം ആളുകൾക്കുണ്ടാകുമ്പോൾ, എൻ്റെ ടീം മെമ്പേഴ്സിനുണ്ടാകുമ്പോഴാണ് എനിക്ക് ബെസ്റ്റ് ഐഡിയാസ് കിട്ടുന്നത്. അത് പല കമ്പനീസിലും അവരുടെ തലവര തന്നെ മാറ്റിയിട്ടുണ്ട്. സ്വാൻ എന്ന് പറഞ്ഞൊരു മാച്ച് സ്റ്റിക്ക് കമ്പനി, അവരുടെ ഒരു എംപ്ലോയി ഒരു സാധാരണ ഒരു ഫാക്ടറി വർക്കർ ഒരു ദിവസം അവരുടെ സിഇഒയുടെ ക്യാബിൽ കയറി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു സജഷൻ തരാം, ആ സജഷൻ നിങ്ങളുടെ കമ്പനിയിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഒരു വർഷം ലാഭിക്കാനുള്ള ഒരു സജഷനാണ്. അപ്പോൾ ഇയാൾ ചിരിച്ചു. എടോ, താൻ അവിടെ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ ചെറിയ ജോലി ചെയ്യുന്ന ആളല്ലേ, തനിക്ക് എനിക്കറിയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് പറയാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ആദ്യം കേട്ട് നോക്കൂ, എന്നിട്ട് അത് വർക്കൗട്ട് ആയെങ്കിൽ മാത്രം സാറ് എന്നെ അഭിനന്ദിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം പറഞ്ഞ സജഷൻ അദ്ദേഹം ആദ്യം ഉറപ്പ് നൽകിയതുപോലെ ആ കമ്പനിക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു സജഷനായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഒരു മാച്ച് സ്റ്റിക്കിന് 2 പുറങ്ങളിലാണ് അവർ ഈ പറഞ്ഞ കെമിക്കലൊക്കെ തേച്ച് നമുക്ക് മാച്ച് ഉരച്ച് കത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 2 സൈഡിലും ഈ ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു സൈഡിൽ മാത്രം അത് കൊടുത്താൽ മതി. അപ്പോൾ ഈ കമ്പനിയുടെ സിഇഒ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഒരു സൈഡിൽ മാത്രം കെമിക്കലും അതിൻ്റെ മെറ്റീരിയൽസും എല്ലാം തേച്ചാൽ മതി, പകുതിയോളം റോ മെറ്റീരിയൽസ് അവർക്ക് സേവ് ചെയ്യാം. അപ്പോൾ സാധാരണ ഒരു എംപ്ലോയി പറയുന്ന സജഷൻ കേട്ടതുകൊണ്ടാണ്, അയാൾക്ക് ആ ഒരു കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി ഉള്ളതുകൊണ്ടാണ് ആ കമ്പനിക്ക് അത് അത്രയും സേവ് ചെയ്യാൻ സാധിച്ചത്. ഒരു ഹൈ പെർഫോമർ ആയിട്ടുള്ള അങ്ങനെ ആഗ്രഹിക്കുന്നവർ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെ, ഹൈ പെർഫോമേഴ്സ് ഗോൾ അലൈൻമെന്റ് ഷുഡ് ബി മാച്ചിങ് വിത്ത് ഓർഗനൈസേഷൻസ് പ്രയോറിറ്റീസ്. അതെ, ഒരു ഓർഗനൈസേഷൻ ഏത് മേഖലയാണ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ചിലപ്പോൾ കുറേ ജോലി ഉണ്ടാകാം, കുറേ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടാകാം, പക്ഷേ ആ ശബ്ദമല്ല ആവശ്യം. എൻ്റെ ശബ്ദം എൻ്റെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് കൂട്ടാൻ, വിസിബിലിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒച്ചയാണോ? ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്, ഇറ്റ് ഈസ് നോട്ട് ദ ലൗഡസ്റ്റ് പേഴ്സൺ വി ബിലീവ് ബട്ട് ദോസ് ഹു ആർ ഹാവിങ് ട്രസ്റ്റ്. അതെ, വിശ്വസിക്കാൻ കഴിയുന്ന ആളെ നമ്മൾ കൂടുതൽ നമ്മൾ റിലേ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുറേ കാര്യം ചെയ്തതുകൊണ്ട് കാര്യമില്ല, ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്വാൻ കേസിൽ തന്നെ ആ ഒറ്റ ആക്ഷൻ കൊണ്ട് കമ്പനിക്ക് ഉണ്ടായത് ലക്ഷങ്ങളുടെ കോടികളുടെ ലാഭം. അതുപോലെ സോണി കമ്പനിയിൽ ഇതുപോലൊരു എക്സാമ്പിൾ ഉണ്ട്. സോണി കമ്പനിയിലെ കെൻ എന്ന് പറഞ്ഞ ഒരു എംപ്ലോയി, അദ്ദേഹത്തിൻ്റെ മകൾ വീഡിയോ ഗെയിം കളിക്കുന്നത് ഒബ്സർവ് ചെയ്തു. അപ്പോൾ ആ വീഡിയോ ഗെയിമിൻ്റെ ഓഡിയോ ക്വാളിറ്റി വളരെ മോശമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് പരിചയം വെച്ച് ഒരു നല്ല ഒരു മോഡൽ ഉണ്ടാക്കി. എന്നിട്ട് സോണി കമ്പനിയുടെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഒരു വീഡിയോ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള നല്ലൊരു കൺസോൾ ഉണ്ടാക്കാം. അപ്പോൾ അവർ ആദ്യം അത് പരിഗണിച്ചില്ല. പക്ഷേ അദ്ദേഹം പെർസിസ്റ്റൻ്റായിട്ട് അതിൻ്റെ പുറകെ നടന്ന് അവസാനം അവർ സമ്മതിച്ചു, ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ ഒരു വീഡിയോ ഗെയിം കൺസോൾ ഉണ്ടാക്കാം എന്ന്. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. സോണി പ്ലേ സ്റ്റേഷൻ. അപ്പോൾ ആ സോണി പ്ലേ സ്റ്റേഷൻ്റെ സിഇഒ വരെ ആയി മാറിയ ആ വ്യക്തിയാണ് കെൻ. അപ്പോൾ ഒരു എംപ്ലോയി കാഷ്വലായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൾ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രൊഡക്റ്റാണ് പിന്നീട് സോണി കമ്പനിയുടെ ഏറ്റവും വിറ്റുവരവുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് മാറിയത്. വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജാണ് നമ്മൾ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഒന്ന്, ഹൗ യു ക്യാൻ ഗിവ് 10x ഇൻ റിട്ടേൺ. അതെ, അതൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ, ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ, എൻ്റെ കസ്റ്റമർക്ക് എങ്ങനെ 10 ഇരട്ടി വാല്യൂ കൊടുക്കാം, റിട്ടേൺ കൊടുക്കാം. ഞാൻ 10,000 പ്രൊഡക്റ്റ് മേടിച്ച് എനിക്ക് എങ്ങനെ 1 ലക്ഷം വാല്യൂ തോന്നിക്കുന്ന രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഒരു എംപ്ലോയി ആണ് ചിന്തിക്കേണ്ടത്, എനിക്ക് 1 ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട്, എങ്ങനെ എനിക്ക് ഒരു 10 ലക്ഷം രൂപ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ചിന്തിക്കേണ്ടത് എൻ്റെ കമ്പനിയുടെ ലക്ഷ്യം ഇതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും സിഇഒമാരായിട്ടുള്ളവർ, ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പറയുക, എൻ്റെ കമ്പനി, നമ്മുടെ കമ്പനി ഏത് മേഖലയിൽ എക്സലൻസ് ആയി മുന്നേറേണ്ടത്, ഏത് പ്രോബ്ലമാണ് ഫേസ് ചെയ്യുന്നത്, എന്തെല്ലാം സൊല്യൂഷൻസാണ് നമുക്ക് ആവശ്യമുള്ളത്, ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു എംപ്ലോയിക്ക് മാത്രമാണ് ഹൈ പെർഫോമർ ആകാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ പറയുന്നത് ഫോക്കസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ്. കീപ് പെർഫോമിങ് ഏരിയാസ്. ഞാൻ എൻ്റെ ക്ലയൻറ്റുകൾക്ക് ഏറ്റവും പ്രധാനമായി അവർ സക്സസ്സിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒരു മെത്തഡാണ് കീസ്റ്റോൺ ഹാബിറ്റ് എന്ന് പറയുന്ന മെത്തഡ്. പലർക്കും അറിയില്ല എന്തായിരിക്കും 5 വർഷം കഴിയുമ്പോൾ അവർ എത്തപ്പെടേണ്ടതെന്ന്. ഇനി അങ്ങനെ എത്തപ്പെടാനായിട്ട് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഈ ഒരു 4 to 7 കീസ്റ്റോൺ ഹാബിറ്റ്സ് ആണ് ആളുകൾ രക്ഷപ്പെടുത്തുന്നത്. ഈ 7 ഹാബിറ്റ്സ് കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ
ഒരു 80% കാര്യങ്ങൾ അവർ സക്സസ് ആയി കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഈ ഓർഗനൈസേഷന് വേണ്ട ഈ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അതിലേക്ക് എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും, എൻ്റെ എനർജിയും എൻ്റെ ടൈമും എങ്ങനെ കൃത്യമായി അത് നൽകുവാൻ സാധിക്കും എന്നുള്ള ആ സിദ്ധാന്തം. അത് ഓർഗനൈസേഷനും വളരെ ക്ലിയർ ആയിട്ട് എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ആമസോണിലുള്ള ഒരു കോൺസെപ്റ്റാണ് PRFAQ. ഒരു നല്ല ഐഡിയ ഏതൊരു എംപ്ലോയിയുടെ മനസ്സിൽ വന്നാലും അവർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. അവരൊരു PRFAQ എന്ന് പറഞ്ഞാൽ പ്രസ് റിലീസ്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രസ് റിലീസ് ഉണ്ടാക്കുക. ആ പ്രസ് റിലീസിൽ ആ കസ്റ്റമേഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ള 10 ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ടോപ്പ് മാനേജ്മെൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് നമ്മൾ ഒരു റിയാലിറ്റി ആക്കും. ആ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റിൽ നിങ്ങൾക്കും പങ്കാളികളാവാൻ സാധിക്കും. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ ഗോ, ആമസോൺ പ്രൈം, അലക്സ, ഇതെല്ലാം ആ പ്രൊഡക്റ്റിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള, ഈ പറഞ്ഞ PRFAQയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ ആമസോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്. ആ വലിയ കമ്പനിയിലെ ഏറ്റവും മികച്ച പ്രൊഡക്ട്സ് വന്നത് എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷനിൽ നിന്നാണ്. ഇൻട്രാപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഓൺടർപ്രണർഷിപ്പിൽ ഏറ്റവും മികച്ച ഉദാഹരണം ഗൂഗിളാണ്. ഗൂഗിളിൻ്റെ ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി 20% പ്രിൻസിപ്പിൾ. ഗൂഗിൾ ന്യൂസ്, പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ 20% ടൈമിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. നമ്മൾ ഗൂഗിളിലെ ഓരോ എംപ്ലോയിക്കും ഒരു ആഴ്ചയിൽ ഒരു ദിവസം, ദാറ്റ് ഈസ് 20% ഓഫ് അവർ വർക്ക് ടൈം, അവർക്കിഷ്ടമുള്ള പ്രൊജക്റ്റിൽ അവർക്ക് വർക്ക് ചെയ്യാം. ആ സമയത്ത് നമ്മൾ നമ്മുടെ മെയിൻ പ്രൊജക്റ്റ് ആണെങ്കിലും അതിൽ നിന്ന് ഡിറ്റാച്ച്ഡായി നമ്മുടെ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാം. അങ്ങനെ ആളുകൾക്ക് ഓട്ടോണമി കൊടുത്തത് കൊണ്ട് ഗൂഗിളിന് കിട്ടിയത് അവരുടെ ഏറ്റവും മികച്ച പ്രൊഡക്ട്സാണ്. ജിമെയിൽ, ഗൂഗിൾ ന്യൂസ്, ദെൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, പിന്നെ ഓർക്കൂട്ട്, ഇതുപോലുള്ള ഏറ്റവും മികച്ച ഗൂഗിൾ പ്രൊഡക്ട്സ് ഗൂഗിൾ 20% ടൈമിൻ്റെ ഔട്ട്കമാണ്. അപ്പോൾ നമ്മൾ ഹൈ പെർഫോമിംഗ് കമ്പനീസ് അല്ലെങ്കിൽ ടീംസ് ആലോചിക്കേണ്ടത് നമ്മുടെ എംപ്ലോയീസിന് ഓട്ടോണമി കൊടുത്താൽ നമുക്ക് അവരിൽ നിന്നും കിട്ടുന്നത് അവരുടെ ബെസ്റ്റ് ഔട്ട്പുട്ടായിരിക്കും. അപ്പോൾ ആസ് എ ഹൈ പെർഫോമിംഗ് ലീഡർ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. പിന്നെ നമ്മുടെ അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡുമുണ്ട്. ഈ എംപ്ലോയി സൈലൻസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് വലുതാണ്. നമ്മളിപ്പോൾ പറയുന്നത് എംപ്ലോയി വോയിസിൻ്റെ ബെനിഫിറ്റാണ്, പക്ഷേ അതുപോലെ തന്നെ എംപ്ലോയി സൈലൻസിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. 1999 നാസ മാഴ്സ് ഓർബിറ്റർ എന്ന് പറഞ്ഞൊരു മിഷനിലായിരുന്നു. അപ്പോൾ ആ മിഷൻ്റെ സമയത്ത് അവരെല്ലാം സെറ്റായിരുന്നു ആ വെഹിക്കിൾ ലോഞ്ച് ചെയ്യാനായിട്ട്. ആ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ റൂമിൽ ഒരുപാട് ആളുകളുണ്ട്, ടോപ്പ് സയൻറ്റിസ്റ്റുകളുണ്ട്, അത് ഡിസൈൻ ചെയ്ത ആളുകളുണ്ട്, എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ ആ കൂടെ തന്നെ ഉള്ള ഒരു ജൂനിയർ എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന കാൽക്കുലേഷൻസിൽ ഒരു മിസ്മാച്ച് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെട്രിക്സിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇത് ലോക്ഹീഡ് എന്ന് പറഞ്ഞ ഒരു UK കമ്പനിയാണ് ഇതിൻ്റെ ഡിസൈൻ പാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ UK ഇറ്റ് ഈസ് മെട്രിക് ഡിഫറൻസ് ആണ്, ഇവിടെ ഇത് അതിൻ്റെ യൂണിറ്റ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ യൂണിറ്റ് ഡിഫറൻസ് അദ്ദേഹം നോട്ട് ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന് അത് പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു പറഞ്ഞ് മണ്ടത്തരമായി ഇത്രയും എക്സ്പീരിയൻസിലുള്ള ആൾക്കാരുടെ മുന്നിൽ മണ്ടത്തരം പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം മിണ്ടാതിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി US നാസയ്ക്ക് $327 മില്യൺ ഈ മിഷൻ ഫെയിൽ ആയതിലൂടെ നഷ്ടപ്പെട്ടത്. ഒരു എംപ്ലോയി സൈലൻസിൻ്റെ കോസ്റ്റാണ് ഈ പറഞ്ഞ $325 മില്യൺ. അതുപോലെ ബോയിങ് കമ്പനി ഒരുപാട് ബോയിങ് പ്ലെയിൻസ് ക്രാഷ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം മുമ്പ് അവരുടെ ഒരുപാട് ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ ഒരുപാട് ആളുകളുടെ ചർച്ചകളിൽ ഈ ഇഷ്യൂസ് വന്നിരുന്നു. പക്ഷേ ആ എംപ്ലോയീസിനൊന്നും ഇത് അവിടെ പറയാനോ അത് റേസ് ചെയ്യാനോ ഉള്ള ധൈര്യമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇതിപ്പോൾ ബോയിങ്ങിന് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അവരുടെ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റും ഒക്കെ നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുതെന്ന് കാണുന്ന ആളിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും മികച്ച ഒരു റിസൾട്ട് കിട്ടുന്നത്. അത് ഈ അടുത്ത് ഞാൻ വായിച്ചൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥയുണ്ട്.
ഡോക്ടർ സുഭാഷ് മഞ്ചെ. അപ്പോൾ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ അദ്ദേഹം ഉണ്ടായൊരു അനുഭവക്കുറിപ്പ് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു ദിവസം ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ്, ഒരു ഗർഭിണിയായ സ്ത്രീയെ. 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അവരെ ഒരു കാള കുത്തി. അപ്പോൾ അവരുടെ വയറ് കീറിപ്പോയി, അവരുടെ യൂട്രസ് കീറി. ആ യൂട്രസിലൂടെ ആ നവജാത എന്താ പറയുക, ശിശുവല്ല, ആ ഗർഭപാത്രത്തിലുള്ള ശിശുവിൻ്റെ കൈ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇദ്ദേഹം ആകെപ്പാട് ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. അപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യം ചെയ്യേണ്ടത് ഈ യൂട്രസ് തുന്നുക എന്നുള്ളതാണ്. യൂട്രസ് തുന്നണമെങ്കിൽ ഈ കുട്ടിയുടെ കൈ അകത്തേക്ക് ഇടണം. ഈ കൈ തീരെ ചെറുതാണ്. അപ്പോൾ ഇതെങ്ങനെ അകത്തേക്ക് തള്ളി വെക്കും എന്നുള്ള ഒരു ആങ്കലാപ്പിൽ ഇതെല്ലാം സംഭവിക്കുന്നത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. നഴ്സുണ്ട്, വേറെ ഡോക്ടേഴ്സുണ്ട്, അവരാരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവിടെ സൈഡിൽ ഇവരുടെ ഹെൽപ്പറായിട്ട് നിന്നിട്ടുള്ള ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും ബഹുമാനിക്കുന്ന കീറിയ ഉടുപ്പിട്ട പാൻ ചവയ്ക്കുന്ന ഒരാൾ, അയാൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ, ഈ കുഞ്ഞിൻ്റെ കൈ അകത്തേക്ക് കൊണ്ടുപോകാനുള്ള വഴി എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഒരു നീഡിൽ ചൂടാക്കി ആ കൈയിലേക്ക് ഒന്ന് തൊട്ടാൽ മതി, അത് കൈ അകത്തോട്ട് വലിച്ചോളും, കാരണം റിഫ്ലക്സ് ആണ്. അപ്പോൾ ഡോക്ടർ ആദ്യൊരു സംശയം തോന്നി. പിന്നെ ഒരുപാട് മാനസിക വേദനയോടെ ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ആ ചൂടുള്ള സൂചി അദ്ദേഹം കുത്തി. അത്ഭുതമെന്ന് പറയട്ടെ, റിഫ്ലക്സോടുകൂടി ആ കുഞ്ഞ് ആ ഗർഭപാത്രത്തിൻ്റെ അകത്തേക്ക് കൈ കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തിന് അത് തുന്നാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് MBBS പഠനകാലത്ത് MD പഠനകാലത്ത് ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഹോസ്പിറ്റലിലെ ക്ലിനിക്കിലെ ഒരു ഹെൽപ്പറും എൻ്റെ ഗുരുവായി മാറിയ ഒരവസ്ഥയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നമ്മുടെ ഏറ്റവും ഓർഗനൈസേഷനിലെ ഏതൊരാൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ നമുക്ക് ബെസ്റ്റ് പെർഫോമൻസ് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ലിസൺ നോട്ട് ടു റിപ്ലൈ ബട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അതെ, പറയുന്നതുകൂടി കേൾക്കാനുള്ള ഒരു മനോഭാവം. അതെ, ഞാൻ എൻ്റെ കോച്ചിങ്ങുകളിലൊക്കെ കൊടുക്കുന്നൊരു ടെക്നിക്കാണ് സോൾട്ട് മെത്തഡോളജി. അതിനകത്ത് പറയുന്നത്, ഇതിനകത്ത് നമുക്ക് അടുത്ത് സംസാരിക്കുന്ന വിഷയമാണ്, കാരണം അത് പ്രധാനപ്പെട്ട കാര്യമാണ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിനകത്ത് S എന്ന് പറയുന്ന സൈലൻസ്. ഒരാൾ ഒരു ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ബഹളം വയ്ക്കാതെ, ഒരാൾ ഇങ്ങോട്ട് പറയാൻ വരുമ്പോൾ ആക്രോശിക്കാതെ, സൈലൻസ്. A അറ്റൻഷൻ, ശ്രദ്ധിക്കുക, പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക, അറ്റൻഷൻ. ദെൻ L ലീൻ ഇൻ, ശ്രദ്ധിച്ചത് മാത്രം പോരാ, ഒന്നും കൂടി ഫോർവേഡായി, ഓക്കെ പറയൂ, ഞാൻ കേൾക്കാൻ തയ്യാറാണെന്ന് പറയുക. ദെൻ ട്രാക്ക് ഇമോഷൻസ്, സോൾട്ട്, ട്രാക്ക് ഇമോഷൻ, അദ്ദേഹത്തിന്റെ വികാരം കൂടി ഉൾക്കൊള്ളാൻ സാധിക്കും. അതാണ് ഈ എംപതി എന്ന് പറയുന്ന ഡിസൈൻ. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന മറ്റുള്ളവർ കേൾക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കി, പുസ്തകങ്ങൾ, വീഡിയോകൾ, കോഴ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ആ വലിയ മാറ്റം മാത്രം വന്നില്ല. അപ്പോഴാണ് ആരും പറയാത്ത ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. വളർച്ച എപ്പോഴും മൈക്രോ തലത്തിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ ചെറിയ ശീലങ്ങളിലും ചിന്തകളിലുമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ മൈക്രോ അസൻ മെത്തഡ് കണ്ടെത്തിയത്. ഐ ആം ഡോക്ടർ പോളി മാത്യു, ഇന്ത്യസ് ഫസ്റ്റ് ഹൈ പെർഫോമൻസ് ഹാബിറ്റ് കോച്ച്. ഈ മൈക്രോ അസൻ മെത്തേഡ് എൻ്റെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിച്ചു. ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ ഈ 45 മിനിറ്റിന്റെ കൺസൾട്ടേഷൻ ഇപ്പോൾ തന്നെ സൈൻ അപ്പ് ചെയ്യുക. താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക.